ഒരിക്കൽ ഒരു കുതിരയും മാനും തമ്മിൽ വലിയ വഴക്കുണ്ടായി. മാൻ തന്റെ കൊമ്പുകളുടെ കരുത്തിൽ കുതിരയെ തുരത്തിവിടുകയും അതിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഈ അപമാനം കുതിരയ്ക്ക് സഹിക്കാനായില്ല. കോപവും നിസ്സഹായതയും നിറഞ്ഞ മനസ്സുമായി അത് അങ്ങുമിങ്ങും അലഞ്ഞുതിരിയാൻ തുടങ്ങി. അപ്പോഴാണ് വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു വേട്ടക്കാരനെ കുതിര കണ്ടത്. കുതിര അയാളോട് പോയി ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിങ്ങൾ നല്ല ബുദ്ധിമാനും കയ്യിൽ ധാരാളം ആയുധങ്ങളും ഉള്ള ആളല്ലേ? നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് ആ മാനിനോട് പ്രതികാരം ചെയ്യാൻ സഹായിക്കാമോ? വേട്ടക്കാരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, തീർച്ചയായും നിന്നെ ഞാൻ സഹായിക്കാം. ആ മാനിനെ കൊല്ലാനും കഴിയും. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. മാൻ വളരെ വേഗത്തിൽ ഓടും. അതുകൊണ്ട് നീ എന്നെ നിന്റെ പുറത്തേറ്റി മാനിനെ പിന്തുടരണം. മാത്രവുമല്ല, നമ്മുടെ യാത്രയിൽ നിന്നെ നിയന്ത്രിക്കാൻ നിന്റെ വായിൽ ഒരു കടിഞ്ഞാണിടാൻ അനുവദിക്കണം. കുതിര പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം എനിക്ക് സമ്മതമാണ്. ആ മാനിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. വേട്ടക്കാരൻ ഉടൻ തന്നെ കുതിരയുടെ വായിൽ കടിഞ്ഞാണിട്ടു. അതിനുശേഷം അമ്പും വില്ലും എടുത്ത് അതിന്റെ പുറത്തേറി മാനിന്റെ പിന്നാലെ പോയി. കുതിരയുടെ വേഗത്തിന് മുന്നിൽ മാനിന് പിടിച്ചു നിൽക്കാനായില്ല. കൃത്യസമയം എത്തിയപ്പോൾ വേട്ടക്കാരൻ അമ്പെയ്യുകയും മാൻ നിലം പതിക്കുകയും ചെയ്തു. തന്റെ വിജയത്തിൽ കുതിരയ്ക്ക് അത്യധികം സന്തോഷം തോന്നി. തന്റെ ശത്രു നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് അവൻ ആനന്ദിച്ചു. അവൻ വേട്ടക്കാരനോട് ഇപ്രകാരം പറഞ്ഞു, എന്റെ ലക്ഷ്യത്തിലെത്താൻ എന്നെ സഹായിച്ചതിന് നന്ദി. ഇനി എന്റെ വായിലെ കടിഞ്ഞാൺ അഴിച്ച് ദയവായി എന്നെ സ്വതന്ത്രനാക്കി. വേട്ടക്കാരൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ശത്രുവിനെ വകവരുത്താൻ ഞാൻ നിന്നെ സഹായിച്ചു. അതിന് പ്രതിഫലമായി ശിഷ്ടകാലം ഈ കടിഞ്ഞാണോടുകൂടി നീ എന്റെ അടിമയായി ജീവിക്കണം. ഇത് കേട്ട കുതിരയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ ശത്രുവിനെ വകവരുത്താൻ ഉപയോഗിച്ച അതേ കടിഞ്ഞാൺ തന്നെയാണ് ഇപ്പോൾ തനിക്ക് ജീവിതകാലം മുഴുവനും ഒരു കുരുക്കായി മാറിയിരിക്കുന്നത്. പ്രതികാരത്തിന്റെ തീയിൽ എടുത്ത ഒരു തീരുമാനം തന്റെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കോപത്തിലെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും ജീവിതകാലം മുഴുവൻ പശ്ചാത്താപത്തിന് കാരണമായിത്തീരും.